ബേസിൽ ടൊവിനോ ഹാൻഡ്ഷേക്ക് യൂണിവേഴ്സിറ്റി ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സക്സസ് അല്ലെന്നാണോ പറഞ്ഞത്? നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എവിടെ വെച്ചാൽ? പത്ത് തുറന്ന് അതിനകത്തുള്ള ചിക്കനും മുട്ടയും കഴിച്ച് അടച്ചു വെച്ചിരുന്നു ഞാൻ. അത്ര യെസ്, നമുക്ക് ഇന്ന് നമ്മുടെ സെഷനിൽ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രണ്ടാളുകളാണ്. ഇൻട്രോ എന്ന് ഒരുപാട് പറയുന്നില്ല, എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. 30 മണിക്കൂറെങ്കിലും ഡെയിലി കിട്ടിയ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന രണ്ടാളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുള്ള ഇന്ററാക്ഷൻസ് കുറച്ചും കൂടി ഇൻസ്പയറിംഗ് ആയിരിക്കും ഞങ്ങളുടെ സ്റ്റുഡൻസിനായാലും കാണുന്ന യൂത്തിനായാലും. അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം നിങ്ങളുടെ പുതിയ വിശേഷങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് കാണിക്കാണ് ടോവി ചേട്ടനെ. എനിക്ക് തോന്നുന്നു ബേസിലേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് 2017. എനിക്കിനി വേണം എനിക്കിനി വേണം എനിക്കിനി വേണം ഇതില് എനിക്കിനി വേണം ഇതിൽ ഞെളിഞ്ഞിരിഞ്ഞ് പോകാനെന്നുള്ളത് 2017 ഒരു പോസ്റ്റാണ്. അവിടുന്ന് ഇന്ന് 2025 എത്തി നിൽക്കുമ്പം ഒരു വീക്കിലി സ്റ്റാർ എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രീമിയം കാറായിരുന്നു. മന്ത്ലി സ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പൊ വീക്കിലി സ്റ്റാർ, ആദ്യത്തെ പ്രൊഡക്ഷനിൽ തന്നെ സ്റ്റാർ ആയിട്ട് ബേസിൽ വരുന്നു. അപ്പൊ ആ ഒരു ഫ്രണ്ടിന്റെ അവിടെ നിന്നുള്ള ഒരു ഷിഫ്റ്റിനെ എങ്ങനെ കാണുന്നു? വിട്ടിട്ട് വേണം എനിക്ക് ഇതുപോലത്തെ കാറുകൾ ഇനി എടുക്കാൻ. ഇവനെ ഒന്ന് വലിയ വളർത്തി വലിയ ലെവലാക്കണം, ഒന്ന് സൂചിച്ച് ജീവിക്കാൻ. ഈ സിനിമയാണ് ലക്ഷ്യം, ഈ വരാൻ പോകുന്ന സിനിമ. എന്ത് തോന്നുന്നു കേട്ടോ ആസ് എ പ്രൊഡ്യൂസർ? അങ്ങനെ ഇപ്പം ആ ലെവലിൽ നിന്ന് ഈ വളർച്ച മൊത്തം കണ്ട ഒരാൾ, ഒരു ഫ്രണ്ട് എന്നൊക്കെ നിലയിൽ എന്താ തോന്നുന്നു മൊത്തത്തില്? എനിക്ക് അങ്ങനെ ഒരു മൈക്കും ക്യാമറയും കിട്ടിട്ട് കുറച്ച് നാളായി. അതെ, ഞാൻ ഇതിന്റെ പോലെ എല്ലാ മാസവും അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്റർവ്യൂല് എന്തൊക്കെ അനാവശ്യമാണ് പറഞ്ഞേക്കണെന്ന് പറയാം. ഞാൻ ആ ലൊക്കേഷൻ ഷൂട്ടിന് വല്ലപ്പോഴും ഇവന്മാരോട് വർത്താനം പറഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പോയേക്കണം. പ്രൊഡക്ഷന്റെ ടെൻഷനൊന്നും എടുക്കാനുള്ള മാനസികാവസ്ഥയോ അതിനുള്ള ആരോഗ്യസ്ഥിതിയോ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഒരു ആക്ടറായിട്ട് തന്നെ ഒരു ഇന്റർവ്യൂ നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് നക്ഷത്രങ്ങളോട് ആരും കണ്ടില്ല. എല്ലാവർക്കും കൂടെ ഒരു ചായ എന്നൊക്കെ പറഞ്ഞ് കുറെ എന്ത് ചെയ്തു, കുറെ ഇന്റർവ്യൂല് വളരെ നല്ല കാര്യമാണ്. അതല്ല, അതായത് എന്താ വെച്ചാല് എനിക്ക് എന്ന് വെച്ചാല് ആക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ നിൽക്കുക, വേറെ ഒന്നിലേക്കും ശ്രദ്ധ തിരിക്കണ്ട എന്നുള്ളതാണ് വിചാരിച്ചത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇതില് പ്രൊഡക്ഷൻ നോക്കി നടത്തിയിരിക്കുന്ന എന്റെ ചേട്ടനും പിന്നെ എന്റെ മാനേജർ ഗൂഗിളും അവരൊക്കെയാണ്. അവരൊന്നും ചായക്ക് കണക്കുറയുന്ന ആൾക്കാരില്ല. അപ്പൊ ഞാനിടയ്ക്ക് ചെന്നതുപോലെ ശരിക്കും ഞാനിതുപോലെ ഇടയ്ക്ക് ചെന്നിട്ട് ഇവനെ ബേസിലിനിടയ്ക്ക് വിളിച്ചിട്ട് അവനെ എടുത്താൽ ചോദിക്കും, പണിയെടുക്കുന്ന സമയത്താണോ ഫോണിൽ കളിച്ചിട്ടുണ്ട് എന്റെ ഫോൺ ഷീറ്റാന്നൊക്കെ പറയും. അങ്ങനെ വല്ലതും തമാശക്ക് പറയുന്നല്ലാതെ ഞാൻ അങ്ങനെ പ്രൊഡക്ഷനിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള ആളല്ല. ഇതിന്റെ ശിവപ്രസാദ് ഇതിന്റെ സംവിധായകൻ മിന്നൽ മുരളിയിൽ അസോസിയേറ്റ് ആണ്. അപ്പൊ അന്ന് മുതലേ പരിചയമുണ്ട്. ശിവനി കഥ എന്ന് പറഞ്ഞപ്പോ ഇതൊരു ഒരു നോ ബ്രെയിനർ കോമഡി സിനിമ, ഡാർക്ക് ഹ്യൂമർ. അപ്പൊ ഇതൊരു യൂഷ്വൽ സിനിമയല്ല. പിന്നെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞ പോലെ കുറെ വർഷങ്ങളായിട്ട് സൗഹൃദമുള്ള ആൾക്കാരാണ്. ഇപ്പൊ ബേസിലാണെങ്കിലും രാജേഷ് മാധവനാണെങ്കിലും അല്ലെങ്കിൽ സിജുവിനാണെങ്കിലും കുറെ നാളായിട്ട് പരിചയമുണ്ട്. പിന്നെ സിജുവിനാണ് ഇത് എഴുതിയേക്കുന്നത്. പിന്നെ ഇതിനകത്ത് സുരേഷ് ഏട്ടൻ കുറെ ഈ സിനിമയുടെ സെറ്റിലാണ് പുള്ളി കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള സ്ഥാനാരോഹണം നടക്കുന്നത്. നമ്മള് ഷൂട്ടിന്റെ ഇടയിലൊക്കെ പിന്നെ ഫോളോവേഴ്സ് കൂടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുരേഷ് ഏട്ടാ 60 അടിച്ചു, 100 അടിച്ചപ്പോ നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്തു. 100K അടിച്ചപ്പോ 99 ആയി. സുരേഷ് ഏട്ടാ ഇന്ന് രാത്രി 100 അടിക്കും. സോഷ്യൽ മീഡിയയുടെ ഒരു പവർ അല്ലേ, പഴയ കാര്യങ്ങളൊക്കെ കോർത്തിണക്കി ഒരാളെ വീണ്ടും വേറെ ലെവലിലേക്ക് മാറ്റാം. അത് ഭയങ്കര മാജിക് അല്ലേ? ശരിക്കും സുരേഷ് ഏട്ടന് ഇപ്പൊ കിട്ടുന്ന സ്നേഹവും സ്വീകാര്യതയൊക്കെ പുള്ളി ഡിസേർവ് ചെയ്യുന്നതാണ്. എത്രയോ വർഷങ്ങളായിട്ട് പുള്ളി ഇവിടെ സിനിമയിൽ ഉണ്ട്. പക്ഷെ എപ്പോഴും പുള്ളി തന്നെ പറയും, എന്നെ കുറെ കാലം ഇടാ, എന്നെ ഒരു സിനിമയിലും ചിരിക്കാൻ സമ്മതിക്കടാ, എപ്പോഴും ഗൗരവം, കണ്ണ് ചുണ്ടപ്പൂ ഇട്ട് തന്ന് കണ്ണും ചോപ്പിച്ച് എന്റെ തലയിലും കാക്ക ചത്ത പോലത്തെ വിഗും വെച്ച് എന്നെ ഇങ്ങനെ നിർത്തും. ചിരിക്കാനും സമ്മതിക്കില്ല എന്ന് പറയണ പുള്ളി. അപ്പൊ അതിന്നൊരു മാറ്റം. ശരിക്കും റിയൽ ലൈഫിൽ പുള്ളി ഭയങ്കര നല്ല ഹ്യൂമർ സെൻസ് ഉള്ള, ഭയങ്കര നല്ല, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള, സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പുള്ളി. അപ്പൊ പുള്ളിയുടെ റിയൽ സെൽഫ് ഇപ്പോഴാണ് കുറച്ചും കൂടെ ആൾക്കാർ മനസ്സിലാക്കുന്നത്.
ഞാൻ ഒരു 2006 ഒരു കാര്യം ജസ്റ്റ് ഞാൻ ഈ ലൂസിഫറിലെ ഗോവർദ്ധനെ പോലെ കുറെ അന്വേഷിച്ചപ്പോ കിട്ടിയ കാര്യം 2006. 2006 +2 പഠിക്കുന്ന കാലഘട്ടമാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ബേസിലേട്ടൻ കൽപ്പറ്റയിൽ ഒരു സ്കൂളിൽ ബിനോയ് വിശ്വം വന്ന് മന്ത്രിയായിരുന്ന സമയത്ത് സ്കൂളിൽ വന്നിരുന്നു. സ്കൂളിൽ വന്നു ബിനോയ് വിശ്വം കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല, വേറൊരു മന്ത്രിയാ. മന്ത്രിയാണോ? അതുകൊള്ളാം. അപ്പൊ കഥ ഉള്ളതാണ്. അതേ ഉള്ളൂ. ആ, ഏത് മന്ത്രിയാ വെറുതെ പറഞ്ഞു? അപ്പം മന്ത്രി വന്നിട്ടൊരു ഓക്കെ. കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ വന്നപ്പോ +2 പഠിക്കുന്ന ബേസിലേട്ടൻ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു. പ്ലസ് ടു എത്തിയിട്ടില്ല. +2 എത്തിയിട്ടില്ല. പ്ലസ് വൺ. ആ ഡാർക്ക് വെബിൽ ചെറിയ ചെറിയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ബേസിലേട്ടൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു ലൈക്ക് താങ്കൾ മാത്രം എന്താണ് അഴിമതി നടത്താത്തത് എന്നുള്ളത്. പിറ്റേ ദിവസത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളിൽ ഒന്നാണ്, അതായത് മിടുക്കന്റെ കുസൃതി ചോദ്യം എന്നുള്ള രീതി. എന്ന് തോന്നിയില്ലേ? അതാണ് ഈ മീഡിയയുടെ പ്രശ്നം. ശരിക്കും ഇവന്റെ മണ്ടത്തരത്തിനെ മിടുക്കായിട്ട് ചിത്രീകരിച്ചാണ് മീഡിയയുടെ പ്രശ്നം. ഇതിന്റെ വെളിവില്ലായ്മനെ. ശരി, അന്ന് ഈ വാർത്ത പത്രത്തിലല്ല, അന്ന് അവിടുത്തെ ലോക്കൽ ന്യൂസ് ചാനലിൽ വന്നായിരുന്നു. അല്ല, മാതൃഭൂമിയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ടായിരുന്നു. മാതൃഭൂമിയിൽ ഒരു പത്രക്കാരെ കൊണ്ട് തോറ്റു. അന്ന് മുതൽ നാട്ടുകാർ പറയുന്നുണ്ട് കൗതുക ലേശം കൂടുതലാണെന്നുള്ള രീതിയിൽ. അന്നേ ഇവൻ നിങ്ങൾക്കറിയാത്ത കുറെ കാര്യങ്ങൾ, മറ്റേ അശ്വമേധം ജയിച്ചിട്ട് മറ്റേ എന്തായിരുന്നു സ്ഥലത്തിന്റെ ബേവാച്ച്, ബേവാച്ചില് കന്യാകുമാരി. കന്യാകുമാരി ബേവാച്ചില് ഫ്രീ ടിക്കറ്റ് ഒക്കെ കിട്ടി. ഇവര് അങ്ങനെ അങ്ങനെ സിനിമയിൽ വന്നതിന് ശേഷമേ ഈ ബേസിൽ ജോസഫിനെ നമുക്ക് അറിയും. പക്ഷെ പണ്ട് ബേസിൽ ജോസഫ് ഭയങ്കര കഴിവുകളുള്ള ആളാണ്. മിടുക്കനാണ്. എടുക്കണ അപ്പൊ ഈ കഥയുണ്ട്. എന്നോട് ഇത് പറഞ്ഞത് +2 പഠിപ്പിച്ച ആ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന രാജൻ എന്ന് പറഞ്ഞ മാഷ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു സീനിയർ ഫാക്കൽറ്റി ആയിട്ട് രാജൻ മാഷ് വയനാട്ടിലാണ്. മാഷാണ് എന്നോട് പറഞ്ഞത് അന്നേ മിടുക്കനാണ്, അഴുക്കപ്പായലാണ് ക്ലാസ്സിലൊക്കെ രാജൻ മാഷ് തന്നെയല്ലേ പേര്? പക്ഷെ മിടുക്കനായിരുന്നു അന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. ഫൺ ഫാക്ട്, അതായത് ഇതിന്റെ അകത്ത് ഈ വൈകുന്നേരം അന്ന് ന്യൂസ് വായിച്ചത്, അന്ന് അവിടുത്തെ ലോക്കൽ ന്യൂസ് ചാനലിൽ ഇത് ന്യൂസ് ആയിട്ട് വന്നായിരുന്നു. ആദ്യം ഇങ്ങനെ ഒരു പരിപാടി നടന്നു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മന്ത്രിയായിട്ട് മുഖാമുഖം പരിപാടി, കുട്ടികൾ ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യ വാർത്ത, അപ്പൊ ഈ വാർത്ത വായിക്കുന്നത് മിഥുൻ മാനുവൽ തോമസാ. പുള്ളി അന്ന് അവിടുത്തെ വാർത്ത മിഥുൻ ചേട്ടനാണ് അവിടുത്തെ വാർത്ത വായിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്, ലോക്കൽ ന്യൂസ് ചാനൽ. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വിവാദങ്ങളിൽ പെടാത്തത് മന്ത്രിമാരുടെ പ്രസ്റ്റീജിനെ ബാധിക്കില്ലേ, മുഖാമുഖം പരിപാടിക്കിടയിലാണ് ഒരു കൊച്ചു മിടുക്കൻ ഇങ്ങനെ ഒരു ചോദ്യം മുന്നോട്ട് വന്നത് പറഞ്ഞ് മിഥുൻ ചേട്ടനാണ് ആ വാർത്ത. എനിക്ക് ആദ്യമായിട്ട് പത്രത്തിൽ ബേസിലേട്ടൻ വരുന്ന അന്നാന്ന് തോന്നുന്നല്ലേ. ആ പത്ര കട്ടിങ് ഒക്കെ ഉണ്ടോ വീട്ടില് കാണാൻ വേണ്ടി? നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കാറുണ്ടോ ആരെങ്കിലും? അങ്ങനെ എത്ര സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ അതിനു മുമ്പ് പല തവണ എന്തെങ്കിലുമൊക്കെ പല പരിപാടികൾ. അപ്പം കമ്മിങ് ടു ടോവിച്ചാനോടാണ്, അതായത് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഡാർക്ക് വെബിലൊന്നും തപ്പിയാൽ കിട്ടൂല, ഒരു സാധനമില്ല. ഞാൻ ആക്ച്വലി അതല്ല, ഫാമിലിയുടെ കാര്യമാണ്. ഇപ്പൊ ടോവിച്ചേട്ടൻ ഓരോ ഇന്റർവ്യൂവിൽ പറയുന്ന ഫാമിലിയെ കുറിച്ചുള്ള ഒരു കണക്ഷൻ, ഇപ്പൊ ചേട്ടനായാലും ഒക്കെ. പിന്നെ പണ്ട് ഞാനൊരു കലിപ്പനായിരുന്നു, ഇപ്പൊ ഞാൻ ഒരുപാട് ചേഞ്ചസ് വന്നു എന്നൊക്കെ ഓരോരോ ഷോട്ടുകളൊക്കെ പോയാൽ. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ചേഞ്ചസ് ഒക്കെ പബ്ലിക്കിൽ വന്നിരുന്ന് പറയുക എന്ന് പറയുന്ന വളരെ കുറവ് ആളുകളാണ് ഉള്ളത്. അപ്പം അതില് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മരണമാസിന്റെ പോസ്റ്റർ വന്നപ്പോ അതിൽ ഞാൻ ശ്രദ്ധിച്ച പേരാണ് ടിങ്സ്റ്റൺ തോമസ് എന്നുള്ളത്. അപ്പം എപ്പോഴും ഇന്റർവ്യൂവിൽ പറയാനുണ്ട്. ഇപ്പം ചേട്ടന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുപാട് നോക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ കേട്ടാണേലും മകളുടെ ഒരു ബർത്ത്ഡേക്ക് ഇട്ട അക്കൗണ്ടിലേക്ക് ഇട്ടപ്പോ എനിക്ക് ഇത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നീ എനിക്ക് പറ്റുന്നതും കൂടി ഇട്ടാലേ തിരിച്ചു തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ എന്നെ പോലും ആ ക്യാരക്ടറിനെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ ഒരു സംഭാഷണമായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു പ്രൊഡക്ഷനിലേക്ക് ടിങ്സ്റ്റൺ തോമസ് എന്ന് പറഞ്ഞ ആളെ ഇൻവോൾവ് ചെയ്യിച്ചത്? പെടുത്തിയതാണ്. അതായത് ചേട്ടൻ പ്രൊഡക്ഷനിൽ വരുന്നതിന് മുമ്പേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ മറ്റു ഭൂരിഭാഗം കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ചേട്ടനാണ്. അപ്പൊ ഞാൻ പരമാവധി ഈ റെസ്പോൺസിബിലിറ്റീസ് അത്രയും എടുക്കാത്ത ആളാണ്. എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് വേറെ മേഖലയിൽ എനിക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള കാരണം കൊണ്ട് വീട്ടിലെയും അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലും അപ്പനും ചേട്ടനും തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതല്ലാതെ എനിക്ക് എൻ്റെ ആസ് ആൻ ആക്ടർ എനിക്ക് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസിന് എനിക്ക് ഫുൾ ഫ്രീഡം തന്നുകൊണ്ട് അപ്പനും ചേട്ടനൊക്കെ ഇത് ടേക്ക് ഓവർ ചെയ്തിട്ട് കുറച്ച് നാളായി. അത് എൻ്റെ ആവശ്യപ്രകാരം തന്നെ. പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യുന്ന പോലെ അല്ല അവരത് ചെയ്യുന്നത്. ഇഷ്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ ഞാനും ഉണ്ടാവും, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ അവരുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ വീട്ടിലൊരു റിലേഷൻഷിപ്പ് സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്കത്
ഡേറ്റിന്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ ഈ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ചേട്ടൻ ത്രൂ ഔട്ട് ഇതിലേക്ക് നിൽക്കുന്നുണ്ട്. ഓക്കെ. എന്നാൽ അങ്ങനെ നിൽക്കുമ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് എൻ്റെ വണ്ടി എടുക്കൂല പുള്ളി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുറച്ചും കൂടെ ഇപ്പോൾ പ്രൊഡ്യൂസറൊക്കെ ആയി, ഈ വണ്ടി പോകണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഞാനിപ്പോൾ. ഓക്കെ. അങ്ങനെ ചേട്ടനെ കൊണ്ടുവന്ന്, ചേട്ടനാണെങ്കിലും ഇത് പുതിയൊരു പരിപാടിയാണ്, അപ്പോൾ ഒരു എക്സ്പോഷറാണ് പുള്ളിക്കും. ഇതിനു മുമ്പ് ബിസിനസ് പരമായിട്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത് ഇത്തിരി കൂടെ ബിഗ്ഗർ സ്കെയിലുള്ള ബിസിനസ് ആണ്. ചേട്ടനും എക്സ്പോഷറാണ്. ഇൻ ഫ്യൂച്ചർ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഒക്കെ ഇത് പിന്നെ ചേട്ടനും ഒറ്റയ്ക്കല്ല, ഞാനും ഒറ്റയ്ക്കല്ല, ഇതിൽ ആരെങ്കിലും ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ടീമാണ്. ടീമാണ്. ആ ടീം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന കാരണം കൊണ്ട് മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോമൺ കാര്യം എന്ന് പറഞ്ഞാൽ സക്സസ് ആവുന്നതിന് മുമ്പേ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഈ ഇമേജ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു തായ്ലൻഡില് ട്രിപ്പ് പോയ സമയത്ത് വെള്ളപ്പൊക്കത്തിന് ബാഗുമായിട്ട് പോകുന്നു. ഹണിമൂൺ ഐലൻഡില് വെള്ളപ്പൊക്കം. ഞാൻ ഹണിമൂൺ സോഷ്യൽ മീഡിയ മൊത്തം ഒന്ന് പരിശോധിച്ചപ്പോൾ വെള്ളം. അല്ല അത് ആ സമയത്ത് ഇപ്പൊ കുറെ പേര് എനിക്കൊന്ന് ഭൂകമ്പമൊക്കെ ആയിട്ട് അവിടെ പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നുള്ള. ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോയിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോ കാറുകാരൻ പറഞ്ഞു ഇനി അങ്ങോട്ട് പോവില്ല സാർ, ഇനി പെട്ടിയൊക്കെ എടുത്ത് വെള്ളത്തിൽ പോകണം. പാൻറ്റൊക്കെ കയറ്റി വെച്ച് നല്ല വെള്ളത്തിൽ കൂടെ നടന്നു ഐശ്വര്യമുള്ള പോയാലാണ് ഹോട്ടലിൽ എത്താൻ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങള് കുറേ ദൂരം ഇതുപോലെ പെട്ടിയൊക്കെ തലയിൽ ചുവന്ന് പാൻറ്റൊക്കെ കയറ്റി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ തായ്ലൻഡില് ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോണത് അങ്ങനെയാ പോണത്. അല്ല അപ്പൊ ഞാൻ ആ ആദ്യം പോയിന്റിലേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പം ആ സമയത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞ് സക്സസ് എത്തിയ സമയത്ത് അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? പലരും ഇപ്പം അല്ല, ലൈഫ് ഇവൻ സെറ്റിൽ ആയിട്ട് ഞാൻ ഇവൻ പറഞ്ഞ സക്സസ് ആയി കഴിഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത് നീ? ആ പക്ഷെ അതിന് മുമ്പ് ലോക്കായിരുന്നു. അല്ല, ഇവൻ കല്യാണം കഴിച്ചത് ഗോതയൊക്കെ കഴിഞ്ഞിട്ടാ. ഗോത കഴിഞ്ഞിട്ടാ ഗോത ആണല്ലേ? ടൊവിച്ചാണ് എനിക്ക് തോന്നുന്നു അതിനെ ഗോത കുറച്ചും സക്സസ് അല്ലെന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ഏറ്റവും പീക്കിലേക്കാണല്ലോ എത്തുന്നത്. അപ്പം അതിനു മുമ്പ് അല്ല, അതിന് അവര് മുമ്പ് ഞങ്ങൾ connected കോളേജിൽ ആയിരുന്നല്ലോ പഠിക്കുമ്പോ നിങ്ങൾ തന്നെ already. കമ്മിറ്റഡ് ആയതാ. അതെ അതെ. അപ്പൊ കല്യാണം ആ ഒരു കാര്യം സ്കൂൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? കോളേജ് സ്കൂൾ ആ സ്കൂൾ കോളേജിലെ തൊട്ടുള്ള കണക്ഷൻ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു ഈ ഒരു ജേർണിയിലൊക്കെ? അവരൊരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത് പല ആൾക്കാരും ഇപ്പൊ സക്സസ് ആയി കഴിഞ്ഞ് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ സെറ്റിൽഡ് ആയിട്ട് കഴിയും. ഇപ്പൊ ഞങ്ങളൊന്നും കല്യാണം കഴിക്കാത്ത ആളുകൾക്ക് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾ മിസ് ചെയ്ത് കളഞ്ഞു ആ ഓപ്പർച്യൂണിറ്റി. അതേ എന്താണ്? പറയുള്ളൂ. അപ്പൊ ഞാനിപ്പോ നേരത്തെ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ എടാ നമ്മളൊക്കെ എപ്പോഴും പഴയ ആ ചെറിയ പിള്ളേർ തന്നെയല്ലടാ, നമ്മൾ ബാക്കി സൊസൈറ്റിക്ക് വേണ്ടി അഭിനയിക്കണമല്ലേ. അപ്പൊ ഇവരെല്ലാവർക്കും അത് റിലേറ്റബിൾ ആണ്. ഇവരൊക്കെ അത് സമ്മതിച്ചും തരുന്നുണ്ട്. Yes. താടിയും മീശയൊക്കെ വന്നിട്ടുണ്ടാവും, കുറച്ച് മുടിയൊക്കെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള പോലെ നമ്മൾ ഫുൾ ടൈം ഗൗരവത്തിലൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ ആക്ച്വലി ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ചെയ്യും എന്നുള്ള ആ ഒരു മന്ദന്മാരും പാനിക്കും തന്നെയാണ് ഫുൾ ടൈം. ഇതേപോലെ ആ പ്രായം മുതലേ എന്നെയും ഇപ്പൊ കോളേജ് മുതൽ ഇവനെയും അറിയാവുന്നവരാണല്ലോ ഞങ്ങള് ഭാര്യമാരെന്ന് Yes, പറയുന്നത്. അപ്പോൾ yes. എന്റെ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ എല്ലാ വൾണറബിലിറ്റീസും, എന്റെ എല്ലാ എന്താ പറയാ മണ്ടത്തരങ്ങളും, എന്റെ എല്ലാ കഴിവുകളും കഴിവില്ലായ്മകളും ഒക്കെ ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയും കള്ളത്തരങ്ങളും. കള്ളത്തരങ്ങളും എല്ലാം, അതായത് ഞാനും എന്റെ ഭാര്യയും അപ്പൊ തമ്മിൽ നോക്കും. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങള് ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങൾ പരിചയപ്പെടാതെ ജീവിച്ചിട്ടുള്ള കാലഘട്ടത്തിനേക്കാൾ കുറവാണ്. ഞാനൊരു 15 വയസ്സിലാണ് അവളെ കാണുന്നത്. ഇപ്പൊ എനിക്ക് 36 വയസ്സായി. അപ്പൊ ഞങ്ങൾ തമ്മിൽ കണ്ടുപിട്ടിട്ട് 20-21 വർഷമായി. അപ്പൊ ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ എന്നിട്ട് ഇപ്പോഴും ഈ പറയുന്ന പോലെ നമ്മളങ്ങനെ മറ്റേ കറക്റ്റ് പ്ലഗും സോക്കറ്റും പോലെ നമ്മൾ ഭയങ്കര സിങ്ക് അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ തല്ലുകൂടും, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സ്പേസ് ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ട്. അത്രയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും 20-21 വർഷമായിട്ടും ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ചുണ്ട് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അത് ഭയങ്കര എനിക്ക് ഈ പറയുന്ന പോലെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് പാരൻസും, ഞങ്ങളുടെ ജോയിന്റ് ഫാമിലിയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫാമിലിയും ഒക്കെ ഉണ്ട്, പിന്നെ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ആങ്കർ എന്ന് പറയുന്നത് എപ്പോഴും വീട്ടിൽ തന്നെയാണ്. അത് ഭാര്യ തന്നെയാണ് തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവളുടെ അമ്മയ്ക്ക് ഒരു സർജറിയുടെ ഭാഗമായിട്ട് അവള് കുറച്ച് ദിവസം അമ്മയുടെ കൂടെ പോയി നിന്നപ്പോൾ എനിക്കൊന്ന് പാക്ക് ചെയ്യണം. ഞാനൊരു ട്രിപ്പ് പോവാണ്. അപ്പം ഞാൻ പെട്ടുപോയി. മറ്റേന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്തിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മറ്റേത് ഭാര്യ കൂടെ ഉള്ളപ്പോൾ ഞാൻ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. പക്ഷെ അവള് കൂടെയുള്ള സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണം. ഇത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് അത്രയ്ക്കും ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ
എനിക്ക് എന്തിനും ഒരു ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ അത്രയും അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, അത്രയും നേരിട്ട് കണ്ട് നമ്മൾ ഡ്രമാറ്റിക് ആയിട്ട് നീ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിനക്ക് അങ്ങനെയൊന്നും പറയൊന്നുമില്ല. ഞാൻ എത്ര ഭാഗ്യവാൻ, നീ ആ എത്ര ഭാഗ്യവാൻ. അങ്ങനെയൊന്നും പറയൊന്നുമില്ല. പക്ഷെ അതൊരു അണ്ടർസ്റ്റാൻഡിങ് Yes. ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി. അടുത്തൊരു കാര്യം ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഞാൻ ഗ്രാഫ് ഒന്നും കാണിച്ച് പേടിപ്പിക്കാനല്ല. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ജസ്റ്റ് Yeah, നിങ്ങളോട് yeah, ഡിസ്കസ് yeah. ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതെന്താണെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതായത് നമുക്കൊരാളെ കാണുമ്പോൾ ആക്ച്വലി സ്നേഹം തോന്നുമ്പോൾ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു സ്റ്റഡി അടുത്തിടയ്ക്ക് നടത്തിയപ്പോൾ കണ്ടൊരു കാര്യമാണ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം എന്ന് പറയുന്ന സമയത്ത് മേ ബി അമ്മ കുറച്ചും കൂടെ കണക്റ്റഡ് ആവുന്ന ബേബി ആയിട്ടാണ്. ആ സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് അച്ഛൻ എന്ന് പറഞ്ഞ ആൾ പുറത്തു പോകുന്ന ഒരു കാര്യമാണ് ഇപ്പം സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു കർവാണ് നിങ്ങൾ ഈ കാണുന്നത്. അതൊരു കുഞ്ഞ് വരുന്ന പോയിന്റിൽ വെച്ച് വളരെയധികം കുറയും. അതായത് ഒരു ഈ പറയുന്ന ഡെലിവറി സമയത്ത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് മാറും. അമ്മയും ഈ കുഞ്ഞും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് കൂടി 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 പീക്കിലേക്ക് വരുന്നത്. അപ്പം തിരിച്ച് ആക്ച്വലി അച്ഛൻ എപ്പോഴാണ് അമ്മയെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുഞ്ഞിനെ കാണുമ്പോൾ അച്ഛൻ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെ കുഞ്ഞിനോട് ബിഹേവ് ചെയ്യുന്നു, കുഞ്ഞിനെ എങ്ങനെ കെയർ ചെയ്യുന്നു എന്നുള്ള തോന്നലിൽ മാത്രമാണ് പിന്നീട് അച്ഛൻ ആ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുക. അതായത് ആ ഡെലിവറി വരുന്ന പോയിന്റിൽ അച്ഛൻ പുറത്തു പോകും. അച്ഛൻ പിന്നെ എങ്ങനെ കുഞ്ഞിനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ള ഇത് പോയിന്റിലാണ് പറയുന്നത് അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് പറയുന്നത്. അച്ഛന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ഉണ്ട്. രണ്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ വന്നു. അച്ഛൻ എപ്പോഴാണ് കുഞ്ഞുമായിട്ട് കണക്റ്റഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴൊന്നും കണക്റ്റഡ് ആവില്ല. ആദ്യം കുഞ്ഞിനെ കാണുന്ന പോയിന്റിൽ മാത്രമാണ് അച്ഛൻ എന്ത് ചെയ്യുന്നത്, കുഞ്ഞുമായിട്ട് കണക്ട് ആവുന്നത്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇപ്പം സമൂഹത്തിൽ പലരും ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർ തമ്മിൽ കണക്ട് ആവാത്തൊരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട് ഒരു ആഫ്റ്റർ ഡെലിവറി. നിങ്ങൾ ഇത്രയും തിരക്കിനിടയിൽ അപ്പം ആ ഒരു മൊമെന്റ് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓവർകം ചെയ്തത്? എന്റെ ഭാഗ്യത്തിന് എന്റെ 2 മക്കളും ജനിക്കുന്ന സമയത്തും അതിന് ഒരു 3 മാസം മുമ്പ് തൊട്ട് അല്ലെങ്കിൽ കൊച്ചു ജനിക്കുന്നതിന് 3 മാസം മുമ്പ് തൊട്ടും ജനിച്ചു കഴിഞ്ഞൊരു 3 മാസം കൂടി ഞാൻ ആദ്യത്തെ എനിക്ക് മകളുണ്ടാവുന്നത് മൊയ്തീനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് അത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഷൂട്ടൊന്നുമില്ല. നമ്മൾ അന്ന് ഗോതയും ഗപ്പിയും ഒക്കെ സൈൻ ചെയ്തിട്ട് അത് നെക്സ്റ്റ് ഇയറിൽ തുടങ്ങാനിരിക്കുന്നു എന്നുള്ള പോലെ ഇരിക്കുന്ന സമയത്ത് ജാനുവരിയിലാണ് മോളുണ്ടാവുന്നത്. രണ്ടാമത്തെ മോനുണ്ടാവുന്നതാണെങ്കിൽ ഈ കൊറോണയുടെ സമയത്ത് ഓൾറെഡി വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ആ ജൂൺ മാസത്തിലാണ്. അപ്പോൾ അതിന് 3 മാസം മുമ്പും അതിനുശേഷം 3 മാസം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു 6 മാസം കൊച്ചു ജനിക്കുന്നതിന് മുമ്പത്തെ 3 മാസം അതിന് ശേഷം 3 മാസം എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബേബി സെന്റർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ആ ആപ്പിനകത്ത് ഓരോ ദിവസവും ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ വേറെ ഫീലാണ്. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയൊക്കെ ആയി, ഇപ്പോൾ ഒരു ഓറഞ്ചിന്റെ അത്രയായി, ഇപ്പോൾ ഒരു കാൻഡലൂപ്പിന്റെ അത്രയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പാവയ്ക്ക അങ്ങനെ എണ്ണി ദിവസം എണ്ണി ഇപ്പൊ കണ്ണും മൂക്കും വന്നു, നഖം വന്നു, മുടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്തുള്ള ഒരു ജനറൽ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. ആ അപ്ഡേറ്റ് നോക്കിയിട്ട് ആണ് ഞാൻ കൊച്ചിന് ഇത് ഫീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ കൊച്ചിനും അങ്ങനെ നോക്കിയിട്ടാണ്. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ പ്രസവത്തിന്റെ സമയത്ത്, ആദ്യത്തെ പ്രസവത്തിന്റെ സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എനിക്ക് അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള പ്രേമം എൻ്റെ ഭാര്യയോട് തോന്നിയത് അവള് ലേബർ റൂമിനകത്തുള്ള സമയത്താണ്. അത് കഴിഞ്ഞ് കൊച്ചിനെ കാണുമ്പോൾ അതും വേറൊരു വികാരമാണ്. അതായത് ഒരു നീല ട്രെയിൽ ഈസേനെ ഇങ്ങനെ ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇവിടെ കൊണ്ടുപോകുന്നത് കാണാം. അപ്പൊ ആ പോയിന്റിൽ ഹൈ ആകും. ഞാൻ എനിക്ക് ആ ഹൈല് തന്നെയാണ് തുടക്കം മുതൽ 3 months മുമ്പും ആ 3 months കഴിഞ്ഞാണ്. പക്ഷെ നമ്മൾ കുഞ്ഞിനോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നുള്ളതാണല്ലോ പിന്നെ ഞാൻ പറഞ്ഞ മോമിന്റെ ആസ്പെക്ടില്ല. ഞാൻ അത് ആ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ആയിരിക്കും. അപ്പം അവർക്ക് തോന്നുന്നത് നമ്മൾ പുറത്ത് മീൻസ് അവർ കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത് കുഞ്ഞിനോടാണ്. പിന്നെ അച്ഛൻ എങ്ങനെ കുഞ്ഞിനെ ഇന്ററാക്ട് ചെയ്യുന്നുള്ളടുത്താണ് നമ്മൾ. അപ്പൊ ഈ തിരക്കിനിടയിൽ അത് പോസിബിൾ ആയിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ നമ്മള് അങ്ങനെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് ഇങ്ങനെ ആയിരിക്കും എന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തിൽ തന്നെയാണ്. അതെ അതെ. ബേസിലായിട്ട് എനിക്ക് തോന്നുന്നു ARMന്റെ ഒരു സമയത്തായിരുന്നു. അത് കാരണം ഇവനെ പോലെ 3 മാസം ഒന്നും വീട്ടിലിരിക്കാൻ പറ്റിയില്ല മുമ്പ്. അതിനുശേഷം പ്ലാൻ ചെയ്യണം ഇവിടെ ഈ സമയത്താകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും ചെയ്യും. അതായത് ഈ 8-9 മാസമൊക്കെ ആകുമ്പോഴേക്കും ആരെങ്കിലും കൂടെ വേണം, ഹോർമോണൽ ചേഞ്ചസ് കാരണം മൂഡ് സ്വിങ്സ് അത് എന്നൊക്കെ പറയണ പോലത്തെ. അപ്പൊ
എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വരണമെന്ന് വിചാരിച്ചിരുന്നാലും അവിടെ മറ്റേ ഇവന്റെ കളരിപ്പയറ്റ് അതിൻ്റെ അകത്ത് അനൗൺസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കാസർഗോഡ് പൊടിക്കകത്ത് കിടന്ന് എന്നിട്ട് ന്യൂമോണിയയും വന്ന് ആശുപത്രി കിടന്ന് പിന്നെ തിരിച്ച് വീണ്ടും ഷൂട്ടിന് പോയി ഫുൾ രാത്രിയും പകലും എന്നൊക്കെ പറഞ്ഞു. ഇവിടെയാണെങ്കിൽ വാ എന്നാ വരുന്നത് വരാൻ 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 കുമ്മാരി വിടുന്നില്ല. ഇവന്മാർ എന്നെ അതിൽ കൂട്ടണ്ട, എന്നെ കൂട്ടണ്ട, ഞാനും നീ അതേ അവസ്ഥയിലായിരുന്നു. ആയോധനകളൊന്നും മര്യാദക്ക് ചെയ്യാത്തോണ്ടാണ് അത്രയും ദിവസം നീണ്ടുപോയത്. കളരി ഒന്നും അത്ര എടാ, ദൈവദോഷം പറയില്ല. ഞാനത് ചെയ്തുകൊണ്ടാണ് നിനക്ക് കൊച്ചിന്റെ മാമുദിക്ക് എടുത്താൻ പറ്റിയത്. അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് അവസാനം എത്തിയിട്ട് പക്ഷെ ലേബർ റൂമിൽ ഒരുമിച്ച് ഞാൻ കൂടെ ഉണ്ടായിരുന്നു പോരാളിയായിട്ട്, ശക്തമായ പോരാളിയായിട്ട്. നമുക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഏറ്റവും നല്ല ബൈസ്റ്റാൻഡർ എന്നുള്ള അവാർഡൊക്കെ കിട്ടി എനിക്ക് ഹോസ്പിറ്റലിൽ. ഇവൻ ഇതൊന്നും മനസ്സിലാക്കാൻ ഇല്ലല്ലോ. അവിടെ പോയി ചിരിച്ചോണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടാവും. ചിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര മോട്ടിവേഷൻ. അപ്പൊ ഡോക്ടർ പറയുകയും ചെയ്തു, ഓ എന്നാലും സമ്മതിക്കണം, ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ആഴ്ച ഒരുത്തന് ഇതുപോലെ വന്ന് കേറിയിട്ട് ബോധം കെട്ട് വീണു. അവന്റെ തല അവിടെ ഭിത്തി പോയി ഇടിച്ചിട്ട് അവന്റെ തല പൊട്ടിയിട്ട് അവൻ ഒരാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. കൊച്ചമ്മ ഡിസ്ചാർജ് ആയപ്പോഴും അവൻ അഡ്മിറ്റ് ആയിരുന്നു. ഈ കഥ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇവനും തന്നെ സംഭവിച്ചേ. ഇങ്ങനെയൊക്കെയാണ് തലകറങ്ങുമെന്ന് അറിയില്ല. തല കറങ്ങണം എന്നറിയില്ല. അതാണ് മനസ്സിലാക്കാറുള്ള. അപ്പൊ അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഇടയ്ക്കൊന്ന് റീത്തെടുക്കും, പിന്നെ വീണ്ടും വരും, പിന്നെ വീണ്ടും പെയിൻ വരുമ്പോൾ വീണ്ടും പുഷ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഒരു ചെറിയൊരു തലമുടി നമുക്ക് കാണാം. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. ഈ പറയുന്ന പോലെ തന്നെ ഒരു കുഞ്ഞു സാധനം. അതെ, അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ അച്ഛൻ്റെ ഒക്കെ കൊടുത്തുവിടാൻ പേടിയാന്നാ പറയുന്നത്. സത്യത്തിൽ ഒരു സൈക്കോളജിക്കലി പറയുന്നത്. അപ്പം പക്ഷെ എന്നിട്ടും ബേസിലായിട്ട് കൊടുത്തു വിട്ടിട്ട് കയറ്റി ആ കൊച്ചി ഇവനെ നോക്കിക്കോളും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുത്തിട്ട് പോകുന്നത്. പന നോക്കിക്കോളെ. നോക്കിക്കോളെ. ഈ അടുത്ത് ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് ഞങ്ങള് ഒരുമിച്ച് എക്സ്പെരിമെന്റിലൊക്കെ തുടങ്ങി. ഇപ്പൊ ആദ്യത്തെ പ്രാവശ്യം അവർക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും പേടി. അവളുടെ അപ്പനും അമ്മയ്ക്കും പേടി, എന്റെ അപ്പനും അമ്മയ്ക്കും പേടി. എല്ലാരും വിളിച്ചു. ഞാനും കൊച്ചു മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ രാത്രിയൊക്കെ കൊച്ചെണീക്കുമ്പോ ഇവൻ എന്ത് ചെയ്യും? ഇവൻ കൊച്ചിനെ കുളിപ്പിക്കുകയോ എന്തൊക്കെ എല്ലാം ചെയ്യിപ്പിക്കണമല്ലോ. ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ ഒരു കുളിക്കാത്തൊരു കൊച്ചിന്. ഇല്ല, അത് ഞാൻ 3 ദിവസം അവള് പല്ല് തേച്ചില്ല. പല്ല് തേക്കാൻ തന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. പല്ല് ഇങ്ങോട്ട് പറഞ്ഞു കറിയാം. പിന്നെ എനിക്ക് പിന്നെ ഇപ്പൊ എന്താ വലിയ നഷ്ടം. എന്തായാലും ആപ്പാണ് 2, 3, 5 പല്ലേ ഉള്ളൂ. അതാണെങ്കിൽ പാൽപ്പല്ലാണെന്ന് പുൽപ്പല്ലായിട്ട് പോവാണ്. വന്നിട്ട് വേണമെങ്കിൽ ഇതിനാകുമ്പോ ഞങ്ങക്ക് 2 പേർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചിട്ട് അത് നിർണ്ണയിച്ചു. ചെയ്തില്ല. കുളിപ്പിച്ചു. പക്ഷെ കുളിപ്പിച്ചു. ഡെയിലി 2 നേരം. പിന്നെ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു. പക്ഷെ എല്ലാരും വെച്ചിട്ടാണോ പഠിച്ചത്? എങ്ങനെയാണ് കുളിപ്പിക്കാന്നുള്ള പരിപാടിയൊക്കെ? ഇല്ല, അത് നമ്മൾ അതിനു മുമ്പ് കാണുന്നുണ്ടല്ലോ. എല്ലാം കാണുന്ന പഠിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ എല്ലാരും ഫോൺ വിളിക്കും. അച്ഛനും അമ്മ, അവളുടെ അച്ഛനും അമ്മ, എന്റെ അച്ഛനും അമ്മ, എല്ലാം. എന്റെ ചേച്ചി എന്തായി ഒപ്പ് എപ്പണീറ്റു, എന്തായി നോക്കിയോ, എന്താണ് നടക്കുന്നത്? വീടിനകത്ത് CCTV ക്യാമറ ഒക്കെ വെച്ചിട്ടായിരിക്കും പോയത്. ഇവനെന്താ ചെയ്യണെന്ന് അറിയില്ല. മറന്ന കൊച്ചിനെ എവിടെയും വെച്ചപ്പോ മറന്നാ വിളിച്ച് പറയണം ചെന്നെടുക്ക്. അവിടെ ഇരുന്ന് കരയുന്നു. ഇത് രാത്രിയാകുമ്പോ എണീക്കും, 3 മണിക്കൊക്കെ ആകുമ്പോ എണീക്കും. അങ്ങനെ ഭയങ്കര പരിപാടിയാണത്. പക്ഷെ എപ്പോഴാണ് നമുക്ക് അവര് ചെയ്യണത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു എഫേർട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. പക്ഷെ അപ്പൊ റെസ്പെക്ട് കൂടത്തേ ഉള്ളൂ. കുറച്ചുകൂടെ നമുക്ക് ഒന്നുകൂടെ അതിന്റെ ഭാഗം കണക്റ്റഡ് ആവും. ഇനി കമ്മിങ് ടു ബേസിലായിട്ടാണ് എങ്ങനെ ഇതിനിടയിൽ ജീവിക്കുന്നു? ഒരു ജിമ്മൻ ചങ്കിന്റെയും ഒരു മാരത്തോൺ വൈഫിന്റെയും ഇടയിൽ എങ്ങനെ ജീവിച്ചു പോകുന്നു? ലൈക്ക് 2 സമയങ്ങളിൽ പോസ്റ്റ് ചെയ്ത 2 വീഡിയോകളാണ്. പക്ഷെ ഇതിനിടയിൽ എങ്ങനെ വിട്ടുപോയി, എങ്ങനെ ഇപ്പൊ മുമ്പോട്ട് പോകുന്നു? ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഉണ്ട്. അവള് രാവിലെയും കൂടെ ഓടാൻ പോയിട്ട് വന്നേ ഉള്ളൂ. നീ എങ്ങനെ ഫിറ്റ്നസ് ജേർണി ആരംഭിച്ചത്? അതെ, അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ആരൊക്കെയാന്നുള്ളതാണ് മെയിൻ. ഇവർ 2 പേരും തന്നെയാണ് ആക്ച്വലി. ഒന്ന് എന്റെ ഭാര്യയും ഒന്ന് ഇവനും. അപ്പൊ രാവിലെ ഇതുപോലെ ഒരു 8, 9 മണിയൊക്കെ ആകുമ്പോ ഞാൻ എണീറ്റ് വരുമ്പോ അവളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കാണാം. രാവിലെ 5:30 എണീറ്റ് ഓടി 10 കിലോമീറ്റർ ഓടി എന്നൊക്കെ സ്റ്റാറ്റസ് ഇങ്ങനെ മറ്റേ സ്ട്രാവ അങ്ങനത്തെ ആപ്പിലൊക്കെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അത് കണ്ട് ഡാർക്ക് അടിച്ചിട്ടായിരിക്കും എണീറ്റ് വരുന്നത്. അവള് രാവിലെ 10 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കും, ഞാനിവിടെ ഒന്നും ചെയ്യാതെ. അപ്പൊ ആ കുറ്റബോധത്തിൽ നിന്ന് അതിങ്ങനെ ഇങ്ങനെ അത് കയറി അവസാനം ഞാനിപ്പോ
തുടങ്ങി. റെഗുലർലി. പിന്നെ മന്തി ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണം പൊതുവെ എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയാലും കഴിക്കും. ഷുഗർ കട്ട് എന്നൊക്കെ പറയുമ്പോ ഷുഗർ കട്ട് എന്നൊക്കെ പറയാനേ ഉള്ളതേ ഉള്ളൂ. ചില നല്ല സമയത്ത് നമുക്ക് ഭയങ്കര Cravings. ഡിസിപ്ലിൻ കിട്ടും. അല്ല, ഭയങ്കര ഡിസിപ്ലിൻ കിട്ടും. എനിക്ക് ആ ഡിഎഫ്എന്റെ സമയത്ത് ഇവരൊക്കെ എന്റെ മുമ്പിൽ നിന്ന് എന്ത് കഴിച്ചാലും ഞാൻ ഇങ്ങനെ ഞാൻ കഴിക്കാറില്ല. തിന്ന്. അതുകൊണ്ടാണ് നിനക്ക് ആ ഡിസിപ്ലിൻ കിട്ടിയത്. ചിക്കൻ വിങ്സ് കഴിച്ചോണ്ടിരുന്നത് ഞാനായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നത്. അല്ല, ഞങ്ങളെ cravings ഒക്കെ രണ്ടുപേരും തോപ്പിക്കാൻ ആരുണ്ടോ? ഒറ്റക്കായിരുന്നെങ്കിൽ നീ പക്ഷെ discipline ആവണ്ടായിരുന്നു. ചില സമയത്ത് നമുക്ക് അങ്ങനത്തെ ഡിസിപ്ലിൻ കിട്ടില്ല. പക്ഷെ നമുക്ക് അപ്പം നമ്മൾ അതിന്റെ ഇടയിൽ നീ ഏതോ ബേക്കറിയിലൊക്കെ പോയിട്ട് നല്ല അത് സ്വീറ്റ്സ് ഒക്കെ മേടിച്ചോണ്ട് വരും. അത് നീ കഴിക്കുന്നത് ഞാൻ ലബോണിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കഴിക്കേ രാത്രി 3 മണിക്ക് 4 പപ്സ് മണിക്കൊക്കെ തുറന്ന് നീ അത് തുറന്ന് ആ ബേക്കറി തുറന്ന് പോയി പപ്സ് തുറന്ന് അതിനകത്തുള്ള ചിക്കനും മുട്ടയും കഴിച്ച് അടച്ചു വെച്ചിരുന്നു ഞാൻ. അത്രയും മാന്യനായിരുന്നു ഞാൻ. അത്രയും മാന്യനായിട്ട് കാസറോളോ ഇത് പപ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിനക്ക് ഒരു മുട്ടയും ചിക്കനും വേറെ വല്ലതും ഉണ്ടാക്കി കഴിച്ചാൽ പോരെ. കാപ്സും ഇതിനെ ഒരു sugar ഒക്കെ പാവം cut പപ്സിനെ നീ ചെയ്തിട്ട് അപമാനിക്കുന്നത്. അപ്പൊ ആ പപ്സ് കഴിക്കുന്ന ആളാരായി? നീ നീ- അല്ല, ശരിക്കും പറഞ്ഞാല് ഞാൻ കൂടുതൽ ഫോളോ ചെയ്യുന്നത് അങ്ങനത്തെ പ്രോട്ടീൻ, മീറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും. എന്ത് തരം മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ കഴിക്കും. അല്ലെങ്കിൽ പനീറോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീനും കഴിക്കും. ഒപ്പം എന്തെങ്കിലും ഇലക്കറികളും കഴിക്കും. അങ്ങനെയായിരുന്നു ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. കല്ലുമലയില് അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 74 കിലോ വരെയൊക്കെ പോയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ 84 കിലോ ഒരു 74 കിലോ വരെയൊക്കെ പോയിട്ടുണ്ട്. കല്ലുമലയിൽ ആ ഫസ്റ്റ് ക്ലീൻ ഷേപ്പ് മുൻകൊടുത്തിട്ടുള്ള അതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് വെറുതെ ഒന്ന് ഡയറ്റ് ചെയ്തൊന്ന് ട്രാൻസ്ഫോം ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ വരില്ല. എനിക്കത് വരാറില്ല. ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒന്ന് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ലക്ഷ്യവും ഒരു ഡെഡ് ലൈനും ഒക്കെ ഉണ്ടാവും. മനസ്സിലൊരു ഇമേജ് ഉണ്ടാവും. അതെ 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 എത്തണം. അതെത്തണം. ഇങ്ങനെ നിൽക്കണ ഒരാൾ അല്ലേ? അടുത്തൊരു ജസ്റ്റ് ഒരു ഫൈൻഡിങ് ആണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു ഫ്ലോ ചാർട്ടാ. അതിലായിട്ട് മനസ്സിലാക്കിയപ്പം വിനീതേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് തിരയില് ബേസിലേട്ടൻ ആരംഭിക്കുന്നത്. അപ്പം ബേസിലേട്ടൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്തപ്പോഴത്തേക്കും വിനീതേട്ടനെ നായകനാക്കി. ഉം. നമ്മുടെ കുഞ്ഞിരാമായണം അത് ഹിറ്റായിരുന്നു. തിരയും ഹിറ്റായിരുന്നു, കുഞ്ഞിരാമായണം ആയിരുന്നു. ഇപ്പം അന്ന് മിന്നൽ മുരളിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു ശിവപ്രസാദ്. ശിവപ്രസാദ് ഡയറക്ട് ചെയ്യാൻ വന്നപ്പം ബേസിലേട്ടനെ നായകനാക്കുന്നു. ടോവിച്ചേട്ടൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഈ പറഞ്ഞ പടങ്ങളെല്ലാം മിന്നൽ മുരളി ആയാലും കുഞ്ഞിരാമായണം ആയാലും തിര എല്ലാം ഹിറ്റാണ്. അതുപോലെ ഒരു ഹിറ്റിലേക്ക് പോകാൻ പോകുന്ന ഒരു പടമാണ് മരണമാസം. ഇത്ര എളുപ്പമുള്ള ഒരു പടം ഹിറ്റാക്കാൻ. അങ്ങനെയല്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ് ഞാൻ ആക്ച്വലി ഈ ചാർട്ടിൽ ഉദ്ദേശിച്ച ആ ഈ ഒരു സിമിലാരിറ്റി നമ്മൾ മുമ്പും ഇതുപോലെ നമ്മുടെ Discuss ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അന്ന് തൊട്ട് കീപ്പ് ചെയ്ത് പോയതും അവരെ മീൻസ് വളരുമ്പോഴും ചേർത്ത് നിർത്തിയ ഞങ്ങളുടെ ഒരു മൈൻഡ് തന്നെ ആയിരിക്കുമല്ലോ അവരെ എല്ലാവരെയും പക്ഷെ കയറ്റി കൊണ്ടുവന്നത്. അതിനേക്കാളും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ല സിനിമകൾ തന്നിട്ടുള്ളത്, എൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസുകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതും ഒക്കെയും ഞാൻ എന്നിൽ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ എന്നെ പറ്റി മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ എന്നെ പറ്റി മനസ്സിലാക്കുകയും എന്നിൽ ട്രസ്റ്റ് ചെയ്യുകയും എന്നിൽ ഒരു പൊട്ടൻഷ്യൽ കാണുകയും ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എനിക്ക് അങ്ങനത്തെ ഏത് സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഉം. നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്കിപ്പോൾ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ മാത്രമല്ലേ എന്നെ കാണുന്നുള്ളൂ. ഉം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നിങ്ങൾക്കായിരിക്കും കുറച്ചും കൂടെ എൻ്റെ സാധാരണ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുഖത്ത് എന്തൊക്കെ ഭാവങ്ങൾ വരാം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഉം. അപ്പോൾ നമ്മളെ കൂടുതൽ അടുത്തറിയുന്ന അങ്ങനത്തെ എന്നേക്കാൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള എന്നിൽ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും നല്ല സിനിമകളും നല്ല കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് എവിടെ വെച്ചാൽ അതെവിടെയും ഞാൻ പറഞ്ഞങ്ങനെ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മള് എവിടെയാണ് ആദ്യമായിട്ട് first ചേട്ടൻ്റെ നിങ്ങൾ ഫ്ലാറ്റിലല്ലേ? നിങ്ങൾ? അല്ല ഏതോ മോളില് അതെന്തായിരുന്നു? സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ആണോ? അന്ന് ഞാൻ നിന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞത്. ഞാൻ മറ്റേ ചിലപ്പോൾ ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. പോയത് ആരുടെ കൂടെ ആയിരുന്നു നീ? അപ്പം ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഈ ലയൺ കിങ് സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടു തന്നെയായിരിക്കും. അപ്പം ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ ടൊവിച്ചേന്റെ കാര്യത്തിൽ എപ്പോഴും അച്ഛന്റെ കാര്യം പറയുമ്പോൾ ഫിറ്റ്നസ് ആയാലും വെക്കേഷന് നിങ്ങളെ കൊണ്ടുപോകുന്നതായാലും ഇപ്പം സിനിമ കാണുന്നതായാലും നിങ്ങൾ കാസറ്റ് ഒക്കെ വാങ്ങി നിങ്ങൾ ആഴ്ചയിലുള്ള സിനിമ കാഴ്ചയൊക്കെ ആയാലും ഇപ്പം ഈ വെക്കേഷൻ സമയമാണല്ലോ കുട്ടികളൊക്കെ ഇപ്പം അതുപോലെ ആകാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ എന്നുള്ളത് ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ പോലും നമ്മൾ കണ്ട് വരുന്നതിൽ സ്വാഭാവികമായിട്ടും ആ ഇൻഫ്ലുവൻസസ് നമ്മളിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും. എനിക്ക് എൻ്റെ ഒരു ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ഞങ്ങൾ താമസിക്കുന്ന കാരണം കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആസ് എ പാരൻറ്റ് എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ഇല്ല. പകുതി വർക്ക് ഈ ഗ്രാൻഡ് പാരൻസ് എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂസും അങ്ങനത്തെ ഉള്ള വേറെ എന്തെങ്കിലും അറിവുകളും പഴയ കഥകളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പിള്ളേർക്കും അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ വീട്ടിലെ പിള്ളേരൊക്കെ
വളരെ നേരത്തെ സംസാരിച്ചു തുടങ്ങും. കാര്യം അവരോട് സംസാരിക്കാൻ ആൾക്കാരുണ്ട്, അവർക്ക് തിരിച്ച് സംസാരിക്കാൻ ആൾക്കാരുണ്ട്. എൻ്റെ വീട്ടിലെ പിള്ളേരൊക്കെ നേരത്തെ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അപ്പോൾ എനിക്ക് ഇവർക്ക് എന്താ പറയുക, ഈ പുതിയ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള എൻ്റെ പാരൻസിന് ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് മാത്രം ഫില്ല് ചെയ്യാന്നുള്ള റെസ്പോൺസിബിലിറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ആസ് എ പാരന്റ് എൻ്റെ ഇൻസ്റ്റിങ്ക്റ്റും ഞാൻ അവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എന്നിൽ നിന്നും, എൻ്റെ അപ്പനിൽ നിന്നും, എൻ്റെ അമ്മയിൽ നിന്നും, എൻ്റെ ചേട്ടനിൽ നിന്നും, അങ്ങനെ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരിൽ നിന്നും അവർക്ക് ഒരുപാട് പഠിക്കാനായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. കാര്യങ്ങളുണ്ടാവും. ഉം. അപ്പോൾ ലൈക്ക് ഫാദർ ലൈക്ക് സൺ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവരുടെ ഫാമിലിയുടെ ഓരോ എന്താ പറയാ ചെറിയ ഈ ഫാമിലിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ലൈക്ക് ഫാമിലി ലൈക്ക് ദ പേഴ്സൺ എന്ന് പറഞ്ഞിരിക്കും. യെസ്. ഈ സംവിധായകനെ ഞാൻ അതിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇപ്പം അങ്ങനത്തെ ഒരു ഇവന്റെ experience? ലൈക്ക് ഫാദർ കറക്റ്റ് അങ്ങനെ ആകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വയനാട് കമ്പനിയാ, ഞാൻ വയനാട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങള് ശരിക്കും ഇവന്റെ ഫാദറും ഇവനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപം കൊണ്ടും കുറെ പരിപാടികൾ ഭയങ്കര സിമിലർ ആണ്. ഉം. ചോദിച്ചു നോക്കി. പള്ളിയിലച്ഛനായി എന്നുള്ളൊരു അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ തോന്നുന്നല്ലോ. സിനിമയോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇല്ല എന്നാണ് ഷോർട്ട് ഫിലിം. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളി ഭയങ്കര ഫൺ ആളാണ്, ഭയങ്കര ഫൺ ലവിങ് ആളാണ്. നിങ്ങളെല്ലാരും അങ്ങനെ രണ്ട് ഫാമിലീസ് ഒത്തുകൂടുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം എല്ലാവരും നമ്മൾ എവിടെ വെച്ചിട്ട് ആ ഒരുമിച്ച് നമ്മളിവിടെ നിന്റെ അവിടെ വന്നില്ലേ, എലിയുടെ വീട്ടില് ഞങ്ങൾ വന്നില്ലേ കൊച്ചിനെ കാണാനായിട്ട്? അപ്പോഴാണോ? അന്നല്ല വേറെന്തോ അവര് കൊച്ചിയിൽ, എന്റെ പാരന്റ്സ് കൊച്ചിയിൽ വന്ന സമയത്ത് നമ്മൾ ഹോട്ടലിൽ വെച്ച് ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം ഫസ്റ്റ് എന്റെ ഷോർട്ട് ഫിലിം തുണ്ട് കഥ എന്നുള്ളതാണെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം എന്തൊക്കെയാണ് ചേഞ്ചസ്? മരണമാസിലേക്ക് വെച്ചിട്ട് അച്ഛൻ വിളിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു shift? ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നത് മറ്റേതാണ്, പ്രേമത കാതരയാണോ. അത് എന്റെ മറ്റേ സിനിമയിൽ കയറാനുള്ള സ്ട്രഗ്ലിംഗ് ടൈംസിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അന്ന് ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ളതാണ്. അന്ന് ചേട്ടനാ ആരാണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 2 ബേസിലുണ്ടായിരുന്നു അല്ലെ, നീയും വേറെ ഒരു ബേസിലും അത് ബാസിൽ ബാസിൽ. ഓ ഭയങ്കര ഡിഫറൻസ് ആയിപ്പോയി. അത് ബേസിലല്ല, ബാസിൽ. ഇതിപ്പോ സെയിമാ. അപ്പൊ അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അന്ന്. പ്രേമത കാതരയാണോ എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പം ഇപ്പം അച്ഛൻ കുറച്ചും കൂടെ ഇവിടെ വരാറുണ്ടോ? എങ്ങനെയാണ്? വയനാട് തന്നെയാണോ? അല്ല, അവരൊക്കെ വയനാട് തന്നെയാ. അവരൊക്കെ അവിടെ നാട്ടിൽ തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അവര് ചേഞ്ച് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന അന്ന് സിനിമയൊന്നും അങ്ങനെ കാണൂലായിരുന്നു. എന്ത് സിനിമയ്ക്ക് പോയാലും ഇരുന്ന് ഉറങ്ങും. സിനിമയ്ക്ക് പോയാലും അവിടെ ഇരുന്ന് ഉറങ്ങും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛൻ അങ്ങനെ തിയേറ്ററിലൊക്കെ പോകാനൊക്കെ കുറച്ച് പ്രശ്നമായിരിക്കുമല്ലോ, പള്ളിയിലച്ഛനല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ എപ്പോഴും തിയേറ്ററിലൊന്നും പോകാൻ പറ്റില്ല. ഉള്ളിൽ ആഗ്രഹമൊക്കെ ഉണ്ടാവും, മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് തിയേറ്ററിൽ പോകാനൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ പിന്നെ ഞാൻ അവിടെ കിടന്ന് വീട്ടിൽ കിടന്ന് കയർ ഒട്ടിക്കും, എനിക്ക് ആ സിനിമ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമൊക്കെ ആക്കുമ്പോൾ പുള്ളി മറ്റേ ബൈക്കിലിടുന്ന മറ്റേ ജാക്കറ്റ് ഉണ്ടല്ലോ, അത് എടുത്തിട്ടിട്ട് ലോഹയിടാണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ലോഹയുടെ മുകളിൽ കൂടെ ജാക്കറ്റ് ഇട്ടിട്ട് ലോഹ അതിൻ്റെ അകത്തോട്ട് തിരികെ എന്നിട്ട് കൊണ്ടുപോകും. എന്നിട്ട് തിയേറ്ററിൽ ചെന്നിട്ട് മാനേജറിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് മറ്റേ ബോക്സ് ഉണ്ടല്ലോ, ബോക്സിൽ കയറ്റിയിരുത്തും. എന്നിട്ട് വരുന്നു, ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വണ്ടി കയറി പോവും. അപ്പൊ അങ്ങനെ എനിക്ക് ഒരു കാഴ്ച കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം വീട്ടിൽ. അങ്ങനെ കാഴ്ച കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കാഴ്ച ഇറങ്ങിയിട്ട് 100 ദിവസം കണ്ടായി. എന്നിട്ടാണ് നമ്മൾ വേറെ പല കാഴ്ചകളൊക്കെ ഉണ്ട് കാണാൻ പറ്റിയത്. അങ്ങനെ കാഴ്ചക്ക് പോയിട്ട് നമ്മൾ തിയേറ്ററിന് മുമ്പിൽ എത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. 100-ാം ദിവസത്തിൽ ഇത്ര തിരക്കോ എന്നൊക്കെ വിചാരിച്ചു നിൽക്കുമ്പോഴാണ്. അപ്പൊ ആ സമയത്ത് ഈ ഹിന്ദി സിനിമയൊക്കെ വരുമ്പോ അവിടെയൊക്കെ പോസ്റ്റേഴ്സ്, ഇവിടെയൊക്കെ പ്രത്യേകിച്ച് തമിഴ് ഹിന്ദി സിനിമയുടെയൊക്കെ ആ സമയത്ത് പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ഇച്ചിരി ഗ്ലാമറൈസ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് ആണല്ലോ. സിനിമയുടെ പ്രോപ്പർ പോസ്റ്റർ ആയിരിക്കില്ല, കുറച്ച് ഗ്ലാമറൈസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ മൂഡിലാണ് ധൂമൊക്കെ മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് ചെന്ന അന്നാണ് കാഴ്ച മാറിയിട്ട് ധൂം വന്നിരിക്കുന്നത്. ധൂമിന്റെ ഫുൾ മറ്റേ വമ്പം പോസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് തിയേറ്ററിന് മുമ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മള് വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് കാഴ്ച കാണാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് അച്ഛാ ധൂം കാണാമെന്നാണോ? ധൂമോ? കാഴ്ച? അയ്യോ കാഴ്ചയൊക്കെ പോയച്ചോ, ധൂമായി ആണല്ലേ, എന്നാ ഞങ്ങള് പിന്നെ വരാം പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ ആ ഇതൊക്കെ മാറി. ഇപ്പൊ സിനിമയ്ക്ക് പോകുന്നത് അങ്ങനത്തെ ഒരു കുറച്ചുകൂടെ ഇതൊക്കെ മാറിയില്ല. എല്ലാരും ഇപ്പൊ സിനിമയ്ക്ക് സിനിമ കാണുന്നതുകൊണ്ട് ഇപ്പൊ ഇത്ര വലിയ നല്ല സിനിമാ പ്രേമികളായിട്ടുള്ള പുരോഹിതന്മാര് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ. പണ്ടായിരുന്നു അതൊക്കെ എന്തോ വലിയ
തെറ്റാണ് 2 അവർ തരുന്ന ഒരു റിലാക്സേഷൻ വേറെ ഒന്നിനും തരാൻ വേണ്ടി പറ്റില്ലല്ലോ നമുക്ക് ഇൻ തിയേറ്റർ എന്ന് പറയുന്ന കാര്യത്തിൽ ഡെഫിനറ്റ്ലി. പിന്നെ തീർച്ചയായിട്ടും പലതരം കാണുന്നത് സിനിമകളുണ്ടല്ലോ, അതെ നമുക്ക് അതെ. കാണേണ്ട സിനിമ ഏതാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. മിന്നൽ മുരളി ഇറങ്ങാൻ നേരത്ത് OTT-ലായിരുന്നല്ലോ. ആ, അപ്പോൾ വീട്ടിൽ അതിന് വേണ്ടിയിട്ട് അച്ഛൻ ഹോം തിയേറ്റർ ഒക്കെ സെറ്റ് ചെയ്ത് ഓ മറ്റേ സ്പീക്കറൊക്കെ വലിയ TV മേടിച്ചു, കുറെ സ്പീക്കറൊക്കെ വെച്ചു, മറ്റേ അക്കൗസ്റ്റിക്സ് ഒക്കെ ചെയ്ത് പരിപാടിക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു തിയേറ്റർ ഫീൽ തന്നെ അവിടെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടുത്തെ ആൾക്കാരെയൊക്കെ വീട്ടിൽ നിന്ന് കണ്ടാൽ മതി, ആരും മൊബൈലിൽ കാണരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ കയറ്റി സിനിമ കാണിക്കലായിരുന്നു. ഓക്കെ അപ്പോൾ ഓക്കെ. അവർ ഭയങ്കര പുരോഗമനമാണ്. അപ്പൊ അവിടുന്ന് ചേഞ്ച് ടിക്കറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിനെ നോക്കണം. അത് നെറ്റ്ഫ്ലിക്സിനെ അറിയിക്കേണ്ട ചുമതലയുണ്ട്. ബീങ് ബോർഡ് ആണല്ലോ ഈ ക്രിയേറ്റിവിറ്റിയുടെ തുടക്കം എന്ന് പറയുന്നത്. ബോർഡായിരിക്കും നമ്മൾ ബോറടിക്കുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി തുടങ്ങുന്നത്. അപ്പൊ അതിനൊരു സ്പേസ് ഒക്കെ ബേസിലിരുന്ന് ഇപ്പം കിട്ടാറുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കാറുണ്ടോ? അങ്ങനെ ഒരു സമയം കണ്ടെത്താറുണ്ടോ? അപ്പം കുട്ടികളെല്ലാം ക്രിയേറ്റിവിറ്റി കുറയാൻ കാര്യം സോഷ്യൽ മീഡിയയിൽ അവർ കണക്റ്റഡ് ആയിട്ട് അങ്ങനെ ഉണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടാറുണ്ടോ? ബീങ് ബോർഡ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതാണ്. കുറച്ചും കൂടെ നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിരിക്കുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റീവായി ചിന്തിക്കാന്ന് പറയില്ല. അപ്പം അതിന് സമയം കണ്ടെത്താറുണ്ടോ? അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉം. ബോറടിച്ചിരിക്കുമ്പോഴാണ് ആക്ച്വലി ഒരു പണിയില്ലാതെ ഒന്നുമില്ലാതെ ഒരു തരത്തിലേക്കും നമ്മൾ ബ്രെയിൻ യൂസ് അതെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഏറ്റവും നല്ല ചിന്തകൾ ഉണ്ടാവും. ഏറ്റവും നല്ല ചിന്തകൾ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഓഫ്ലൈൻ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഉം. ഈ ആക്ടർ എന്നുള്ള പ്രൊഫൈലും ഇതും രണ്ടും സിനിമകൾ ഇങ്ങനെ വരുന്നു, പ്രൊമോഷൻ, ഉം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഈ വെറുതെ ഇരുന്നൊന്ന് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് എത്താൻ പറ്റിയാലാണ് ഉം. അങ്ങനെ ഒരു സ്പേസിലേക്ക് എത്തുള്ളൂ. പക്ഷെ ഉം. അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അത്ര ബേസിക്കലി. ഈ പറയുന്ന അത്രയ്ക്ക് എളുപ്പമല്ല അല്ല. അത്. അല്ല, ഇത് സൈക്കോളജിക്കലി ഇപ്പം രണ്ടാളുകൾ പരീക്ഷണം നടത്തിയപ്പോൾ ടെലിഫോൺ ഡയറി 15 മിനിറ്റ് വായിക്കാൻ പറഞ്ഞു. അപ്പൊ 15 മിനിറ്റ് ടെലിഫോൺ ഡയറി വായിക്കാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഇതില്ലാത്ത ഒരു ബോർഡ് ആയിട്ടുള്ള പരിപാടിയാണ്. അതെ. അവരിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഏറ്റവും ബോർഡ് ആയിട്ടുള്ള ആളാണ് ഏറ്റവും ക്രിയേറ്റീവ്. അപ്പം ആ. ഈ കാണുന്ന ആളുകൾക്കൊക്കെ ക്രിയേറ്റീവ് ആകണമെങ്കിൽ അങ്ങനെ അങ്ങനത്തെ സ്പേസ്. ഭയങ്കരമായിട്ട് അത് കുറെ പേര് സംസാരിച്ച് കേട്ടിട്ടുണ്ട്. യെസ്. ഗെറ്റ് ബോർഡ്. എപ്പോഴും എന്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ മൊബൈൽ തന്നെ അതിന്റെ ഏറ്റവും വലിയ വില്ലനാണ് പ്രശ്നമാണ്. ബേസിക്കലി. യെസ്. ഈ വോയിസ് മൊബൈലേ നമുക്ക് ഡിസ്ട്രാക്ഷൻ ആണ്. മൊബൈൽ മാത്രമല്ല കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഉം. ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയാനാണ് നമുക്ക് Creative. യഥാർത്ഥ ബോർഡം എന്താണെന്ന് ആസ്വദിക്കാനും അറിയാം. പറ്റുള്ളൂ, അതിൽ നിന്ന് ഇപ്പൊ ക്രിയേറ്റ് ആർക്കും അത് ചെയ്യാൻ പറ്റും. പറ്റുന്നില്ല ഭയങ്കരമായിട്ട്. പക്ഷെ അത് ബാക്കിയുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവത്തുമില്ല. ഉം. അത് എന്താ ഫോൺ എടുക്കാത്തത്, യെസ്. ഫോൺ എടുക്കൂടെ, മെസ്സേജ് റിപ്ലൈ അയക്കാത്തത്, ഇങ്ങനെ എനിക്ക് മനസ്സമാധാനം വേണമായിരുന്നു, അതെ. അതായിരുന്നു ഉദ്ദേശിച്ചതെന്ന് അവർക്കത് കിട്ടൂല. അപ്പൊ അതൊരു ഭയങ്കര ട്രിക്കി സ്പേസ് ആണ് ആക്ച്വലി. മിന്നൽ മുരളി 1970 ആണ് നടക്കുന്നതെങ്കിൽ ആരായിരിക്കും ജെയ്സൺ ആകുക? ബേസിലാണെന്ന് ആരായിരിക്കും? ഫോർ എക്സാമ്പിൾ സത്യനാണോ നസീറാണോ ജയൻ? ആരാണ് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ? പെട്ടെന്ന് നോക്കുമ്പോ ജയൻ ജയൻ അല്ലേ? ജെയ്സൺ ആയിട്ട് ആരായിരിക്കും? നമ്മുടെ ഷിബു ആയിട്ട് വരുന്നത്. ഞാൻ 2 ഓപ്ഷൻ പറയാം. TJ രവി, PJ ആന്റണി, അങ്ങനെ ആരെങ്കിലും ഒക്കെ. PJ ആന്റണി. PJ ആന്റണിയാണ്. യെസ്, വെരി ഗുഡ്. 1970. ഓക്കെ, ഞാനും മനസ്സിൽ കണ്ട 2 ആളുകളെയാണ് പറഞ്ഞത്. മിന്നൽ മുരളി 2 ഇനി വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജെയ്സൺ ആ നാടിന് വേണ്ടി ആ നാട്ടിൽ നിൽക്കുകയാണ്. ഇനി നാട്ടിൽ ഒറ്റപ്പെടുമോ? പുതിയൊരു വില്ലൻ വരുമോ? എന്തെങ്കിലും അങ്ങനത്തെ ഒരു ആലോചനകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ആലോചനകളൊക്കെ ഉണ്ട്, അതിനൊരു തുടക്കമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് അടുത്തത്? പാവം ജെയ്സൺ നടുവിടാതിരുന്ന ആള് വീണ്ടും വിടേണ്ടി വരുമോ എന്നൊക്കെയുള്ള എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നാട് വിടാതെ ഇവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ നാട് വിടാം, അതെ, എന്തൊക്കെ ചെയ്യാം. എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം. പുതിയ ഓപ്ഷനിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇനി ഒരു ആക്ടർ എങ്ങനെയാകാന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതൊരു സ്കിൽഡ് ഇതാണല്ലോ ആസ് ആൻ ആക്ടർ, ഹൗ ടു ബിക്കം ആൻ ആക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം ബേസിലായിട്ടും പറഞ്ഞ ഡയറക്ഷൻ വന്നെയാണ് പിന്നെ ആക്ടർ ആയത്. ഇതൊരു സ്കിൽഡ് ഒരു ജോബ് പോലെ തന്നെയായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എഫേർട്ട് ഇട്ടാൽ പറ്റും. ഒരു യങ്സ്റ്റർ ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ അല്ലെ 10ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന ആൾക്കൊരു ആക്ടിങ്ങിലേക്ക് എത്തണം. എന്താണ് പ്രൈമറിലി ചെയ്യേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം? ഹൗ ടു ബിക്കം ആൻ ആക്ടർ? പലതരം മനുഷ്യന്മാരെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത്, അല്ലെങ്കിൽ പലതരം ആൾക്കാരുടെ കഥ കേൾക്കുമ്പോൾ തന്നെ ഉം. നമുക്കൊരു ഐഡിയ കിട്ടും. ഉം. പിന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഇതിന്റെ തിയറിയും പഠിക്കാൻ പറ്റും. തിയറി പഠിച്ചിട്ട് അങ്ങനെ ആ തിയറി എല്ലാ സിനിമയിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ Base അറിയാൻ വേണ്ടി. അപ്പോൾ ആ തിയറിയും പിന്നെ നമ്മുടെ ഒബ്സർവേഷനും നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡും എല്ലാം കൂടിയിട്ടാണ് ആക്ടിങ് ഉണ്ടാവുന്നതെന്നാണ് അല്ലേ? അതെ, ഒബ്സർവേഷൻ ആണ് കൂടുതലും. എങ്ങനെയാണ് ഈ എന്തൊക്കെയാണെന്ന് സിനിമയിലേക്ക് എൻട്രി കിട്ടാൻ സ്കിൽഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒബ്സർവേഷൻ ആൻഡ് കാര്യങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളത്. അപ്പം കേറാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടോ ഇപ്പം? അത് ഒരു വഴിയല്ല എല്ലാവർക്കും. ഉം. ഞാൻ സിനിമയിലേക്ക് കയറിയ പോലെയല്ല ഇവൻ സിനിമയിലേക്ക് കയറിയിരിക്കുന്നത്. അതുപോലെ ആയിരിക്കില്ല വേറൊരു ആള് കയറിയിരിക്കുന്നത്. പക്ഷെ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഈ സ്ഥിരോത്സാഹം ഉം. ആയിരിക്കും അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം. ഒട്ടും എളുപ്പമായിരിക്കില്ല അത്. Yes. പിന്നെ കേറിയാൽ ഇത് നിലനിൽക്കാൻ അതെ. ഒട്ടും എളുപ്പമല്ല. എവിടെയെങ്കിലും എത്തി പിന്നെ ഇരുന്നിട്ട് കാല് നീട്ടാമെന്ന് വെച്ചാൽ അങ്ങനെ കാല് നീട്ടാനൊന്നും പറ്റുന്നില്ല. ഇതൊരു കോൺസ്റ്റന്റ് സ്ട്രഗിൾ ആണ്. പക്ഷെ ആ കോൺസ്റ്റന്റ് സ്ട്രഗിളിന് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ചെറിയ ചെറിയ എന്താ പറയാ നമുക്ക് റിവാർഡ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ആ റിവാർഡ്സ് ആണ് നമ്മളെ ഫർദർ സ്ട്രഗിൾ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഉള്ളിടത്തോളം കാലം. എത്ര കാലം ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നോക്കൂ.
എത്ര മണിക്കൂറുകൾ അവരും ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹൗ ടു ബിക്കം എ ഡയറക്ടർ ഒരുപാട് ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലെങ്കിൽ ഇപ്പൊ അനുരാഗ് കശ്യപ് ഒക്കെ പറഞ്ഞു എനിക്ക് ക്യാമറയെ കുറിച്ച് ഒന്നും അറിയില്ല, സൂം ചെയ്താൽ മതി, സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ പറയുള്ളൂ, എനിക്ക് കഥ പറയാൻ അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ അറിയേണ്ടതുണ്ടോ? എന്താണ് ഹൗ ടു ബിക്കം എ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സിംപിളി എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? ഒരു യങ്സ്റ്റർ എന്നുള്ള ഒരാൾ അതിലേക്ക് വരണമെങ്കിൽ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? എനിക്കും അത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ഭയങ്കര ടെക്നിക്കാലിറ്റീസ് അതൊക്കെ അത് സെക്കൻഡറി ആണ്. സെക്കൻഡറി ആണ് ബേസിക്കലി. കഥ നന്നായിട്ട് പറയുക, ഇമോഷൻസ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവുക, ആ സീൻസിന് വേണ്ട എലിവേഷനും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വർക്ക് ആവുക, ആ പെർഫോമൻസസ് നന്നായിട്ട് ബെറ്റർ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. ബാക്കി അത്തരത്തിലുള്ള ടെക്നിക്കാലിറ്റീസ് ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ക്യാമറാമാനും ബാക്കിയുള്ള ടെക്നീഷ്യൻസ് അതിന് വേണ്ടിയിട്ടാണല്ലോ ഉള്ളത്. അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് ഒരു ബേസിക് നോളജ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് അത്തരത്തിലുള്ള ഒരു ബേസിക്സേ ഞാൻ ആ ഒരു ആസ്പെക്റ്റിൽ അതിന് ശ്രമിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോറി ടെല്ലിംഗ് പോയിന്റ് ഓഫ് വ്യൂലാണ് എല്ലാം സമീപിച്ചിട്ടുള്ളത്. സീനുകൾ എങ്ങനെ സ്റ്റേജ് ചെയ്യണം, എങ്ങനെ കൊറിയോഗ്രാഫി ചെയ്യണം, അല്ലെങ്കിൽ ഇമോഷൻസ് എങ്ങനെ എത്ര ഏറ്റവും നന്നായിട്ട് ക്യാപ്ചർ ചെയ്യണം, ആ സ്ക്രീൻ പ്ലേയുടെ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫ്ലോ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ഏറ്റവും നന്നായിട്ട് നമ്മൾ എക്സ്പെർട്ടീസ് ആവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ദാൻ ഏത് ലെൻസാണ്, ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയണ പോലത്തെ ടെക്നിക്കാലിറ്റീസിന്റെ അപ്പുറത്തേക്ക് ഇതാണ് അതിൽ കൂടുതൽ ആവശ്യത്തിന് ഇൻഫർമേഷൻസ് മതി. ഇൻഫർമേഷൻസ് കൂടുന്നതും ഇവരെല്ലാരും കൂടെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന ആളാണ് ആക്ച്വലി ഡയറക്ടർ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻസ് കൂടുന്നതും ചിലപ്പോൾ നമ്മളെ കാൽപ്പനികതയൊക്കെ കുറച്ചേക്കാം. ആവശ്യത്തിന് ഇൻഫർമേഷൻസ് എല്ലാത്തിനെ പറ്റിയും വേണം. അതിൽ കൂടുതൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് ഒരുപാട് പഠിക്കുന്നതിനേക്കാളും നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റിൽ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. ഇതാണ് ഞാൻ കൂടുതലായിട്ട് ആ ഒരു ഫോക്കസ് ഉണ്ടാകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇല്ലെങ്കിൽ ഇത് പഠിക്കാൻ എന്തോരം ഉണ്ട്. സിനിമാറ്റോഗ്രാഫി ഉണ്ട്, VFX ഉണ്ട്, എഡിറ്റ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. നമ്മൾ ഇതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ അവസാനം ഒന്നും ഇല്ലാത്തുള്ള നമ്മൾ ഏതെങ്കിലും ഒന്നിൽ മാസ്റ്റർ ചെയ്യാൻ മാക്സിമം എഫേർട്ട് കൂടുതൽ ഇടുക. ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെ അതിൻ്റെ അകത്തൊക്കെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ആവുന്നതിനേക്കാളും മാസ്റ്റർ ഓഫ് സംതിങ് എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേ. അത് ഏതാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യണം. അതിലൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നാക്ക് ആ ലേണിങ്ങിലും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലും എടുക്കുക എന്ന് പറയുന്നതും ഉണ്ട്. ഇതിനൊരു ലേണിങ്ങിന് പറയുന്നതിന് ഒരു നാക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറേ ലേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടം പോലെ കണ്ടന്റ് അല്ലേ, എവിടെ നോക്കിയാലും കണ്ടന്റ്, എന്ത് നോക്കിയാലും ഓൺലൈനിൽ ചുമ്മാ തുറന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ ഏത് നമ്മൾ ഫോക്കസ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ പഠിക്കണം, അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതും ഒരു ക്രാക്ക് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ്. ഏതെങ്കിലും ബുക്ക് വായിക്കാൻ അങ്ങനെ സജഷൻ ഉണ്ടോ ലൈക്ക് ടു ബിക്കം എ ഡയറക്ടർ? ഒരുപാട് ഈ പറയുന്ന സ്ക്രീൻ റൈറ്റിംഗ് ബുക്കുകൾ ഒരുപാടുണ്ട്. നല്ല നല്ല ബുക്കുകൾ, സിറ്റ്ഫീൽഡിന്റെ ബുക്കുകളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല ബുക്കുകളുണ്ട് സ്ക്രീൻ റൈറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂല്. ടെക്നിക്കാലിറ്റീസിലാണെങ്കിലും ടെക്നിക്കാലിറ്റീസിൽ ഈ പറയുന്ന C4 സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറയുന്ന പോലത്തെ ബുക്കുണ്ട്. പിന്നെ വാൾട്ടർ മോച്ചിന്റെ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു എഡിറ്റിംഗ് ബുക്കുണ്ട്. എഡിറ്റേഴ്സ് ഒരു ബുക്കുണ്ട്. പിന്നെ അങ്ങനെ കുറെ ബുക്കുകളുണ്ട്. ഇതൊക്കെ പക്ഷെ ടെക്നിക്കാലിറ്റീസ് ആണ്. ഇതൊക്കെ ഒന്ന് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രം. കോർ ഇമോഷണലി ആളെ കണക്ട് ചെയ്യാന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ ആ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എങ്ങനെ പിന്നെ സിനിമ കാണുമ്പോൾ ഇതെല്ലാം നമ്മളെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് തന്നെയാണ്. നമ്മൾ സിനിമകൾ പിന്നെ കാണുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വേണം നമ്മൾ റെഗുലർ വ്യൂയിങ് ആയിരിക്കില്ല പിന്നെ നമ്മൾ കാണുമ്പോൾ. അപ്പൊ അത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ നടക്കുന്ന ഒരു ഫണ്ടിനിടയിൽ ഞാൻ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം ബേസിലായിട്ടും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ടൊയോട്ടോ ടിനോവയെ കുറിച്ച്. ഏത് തരം കാർ ആവണം ടൊവിനോ ചേട്ടന്റെ ഒരു ഈ പറയുന്ന ഒരു ഫീച്ചർ ഒക്കെ വെച്ചിട്ട് കാർ എങ്ങനെ ആയിരിക്കണം? ആസ് എ ഫൺ ടൊയോട്ടോ ടിനോവ ഏത് തരം കാർ ആകണം? ഫാമിലി കാർ ആവണോ, അല്ലെങ്കിൽ പറയുന്ന പോലെ വൈൽഡ് ഒക്കെ പോവാറുണ്ട്, അപ്പൊ ഒരു അങ്ങനത്തെ കാർ ആയോ, മസ്കുലർ ആവണോ, എന്തായിരിക്കണം ആ കാർ? 4x4 ആവണം. അതല്ലെങ്കിൽ മറ്റേ മസ്താങ് ഒക്കെ പോലത്തെ ടൊയോട്ടക്കാർ ശ്രദ്ധിക്കാതെ ഇതാവണം അടുത്ത ടൊയോട്ടോ ടിനോവ എങ്ങനെ ഉണ്ടാവണം? ടിനോവ എനിക്ക് തോന്നുന്നു കുറച്ച് അഡ്വഞ്ചറസ് ആയിക്കോട്ടെ, ബൾക്കി മസ്കുലിൻ കാർ ആവട്ടെ, കുറച്ച് ഒരു KGF മോഡലുള്ള കാറാവട്ടെ, ഒരു പാൻ ഇന്ത്യൻ കാറായി മാറട്ടെ. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ചാഫ്രൂം കത്തിച്ച നമ്മുടെ സിഗ്മ സ്റ്റാറിനെ കൊണ്ട് കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ പോവാണ്. ടൊവിനോ ചേട്ടൻ അതിന്റെ ഭാഗമാകണം. കുറച്ചും കൂടി നമുക്ക് കാര്യമായിട്ട് ഒരു ശിക്ഷയായിട്ടിരിക്കട്ടെ. ഹോട്ടൽ കത്തിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. നമുക്ക് ആ എക്സ്പെരിമെന്റിലേക്ക് ഇറങ്ങാം. നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ്സിലേക്ക് കടക്കാൻ വേണ്ടി പോകണം. മരണമാസ് എക്സ്പെരിമെന്റുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. കുറെ ഉണ്ട്, നമുക്ക് കുറച്ചൊക്കെ ചെയ്ത് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാം. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഹാൻഡ് ഷേക്ക് എക്സ്പെരിമെന്റ് മീൻസ് ഹാൻഡ് ഷേക്ക് യൂണിവേഴ്സ്, ബേസിൽ ടൊവിനോ ഹാൻഡ് ഷേക്ക് യൂണിവേഴ്സ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൈ കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ക്യാമറ പുറകെ നടക്കുന്നത് എല്ലാവരും
അപ്പൊ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു നിങ്ങൾക്ക് ഒരു എനർജി ട്യൂബ് നൽകുകയാണ്. അതായത് വേറെ ഒന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ചേർന്ന് പിടിക്കുമായിരിക്കും. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന സമയത്ത് എനർജി എന്ത് ചെയ്യണം, അവിടെ സ്പ്രെഡ് ആകാണ്. അത് ഒഴിവാക്കുകയാണ് ഈ പലരും കൈ കൊടുക്കാതെ പോകുന്ന സമയത്ത്. കൈ കൊടുക്കാതെ പോയവരെല്ലാവരും നമ്മൾ ഇവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടുപേരുടെ കൂടെ കൈ, അതായത് ഇപ്പം ഇത് ഓപ്പൺ സർക്യൂട്ട് ആണ്. നമുക്ക് പണ്ട് മീൻസ് ഇലക്ട്രിക്കൽ പഠിക്കുന്ന പോലെ ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. പക്ഷെ രണ്ടുപേരും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ കൈ ഇവിടെ പിടിച്ചു കഴിഞ്ഞാല് ഇത് ക്ലോസ് സർക്യൂട്ട് ആയി മാറും. അപ്പം ഇങ്ങനെയുള്ള ഒരു എനർജി ട്രാൻസിഷൻ ആണ് കൈ കൊടുക്കുമ്പോൾ നടക്കുന്നത്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ, ഇനി കൈ കൊടുക്കാത്ത ആളുകളെല്ലാം ഇത് മനസ്സിലാക്കട്ടെ. അപ്പം അത് നമ്മളൊന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ക്ലോസ് സർക്യൂട്ട്. ഇനി ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു ഉത്തരം എന്താ വെച്ചാൽ ഇനി വേറെ ആരെങ്കിലും കയ്യിൽ പടത്തിലൊക്കെ യക്ഷി ഒരുപാട് മ്യൂസിക് ആണ്. അല്ല, വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് ഷേക്ക് ഹാൻഡ് കിട്ടിയില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനെ കൊടുത്ത് സമാധാനിക്കാം. അല്ലാതെ ഇനി മറ്റേ യൂണിവേഴ്സിലേക്ക് ആൾക്കാർ എടുക്കുന്നില്ല. യെസ്, അടുത്തൊരു കാര്യമാണ് പൈതഗോറസ് കപ്പ് എന്ന് പറഞ്ഞാൽ. പൈതഗോറസ് തിയറം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഞാൻ പൈത്തഗോറസിന്റെ ഒരു ബയോപിക് ചെയ്യുന്നുണ്ട്. ഇവനാണ് പൈതഗോറസ് ഓർമ്മയുണ്ടോ ബേസിലിട്ട പൈതഗോറസ് പഠിപ്പിയല്ലായിരുന്നു? പറയൂ. പൈതഗോറസ് തിയറം അല്ലേ? അതായത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു അടിപൊളി. അപ്പം അതാണ് പൈതഗോറസ് നമ്മൾ തിയറം എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കപ്പാണ് പൈതഗോറസ് കപ്പ്. അയാൾ ഭയങ്കര ഫണ്ണിയാണ്. അതായത് അയാളുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നു. അപ്പൊ മദ്യപിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കപ്പാണിത്. അതായത് ഒരു പോയിന്റിൽ വെച്ച് പൈതഗോറസ് ഒരു സൈഫൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പാണ്. ഇതിനകത്തൊരു സൈഫൺ ഉണ്ട്. അപ്പം ഇതിന്റെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി താഴ്പ്പും. അത് നിങ്ങളൊന്ന് ഒഴിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒഴിച്ചു നോക്കും, വെച്ചിട്ട് ഒഴിച്ചു നോക്കും, കംപ്ലീറ്റ്ലി ഒഴിച്ചു നോക്കും. അപ്പം ആ പോയിന്റ് വരെ എന്ത് ചെയ്യും, വെള്ളം നിറയും. പക്ഷെ ആ പോയിന്റ് ഒന്ന് കഴിഞ്ഞാല് അപ്പം എന്ത് ചെയ്യാൻ തുടങ്ങും, താഴ്ന്ന് വെള്ളം പോകാൻ തുടങ്ങും. യെസ്, കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും. സെയിം സിസ്റ്റം ആണ് ടോയ് ചേട്ടൻ പറഞ്ഞ പോലെ. ഇതാണ് നമ്മൾ ഡെയിലി കാണുന്ന ടോയ്ലറ്റിനകത്ത് കാണുന്ന സൈഫൺ എഫക്ട് തന്നെയാണ്. ഇത് പൈതഗോറസ് കപ്പിലുള്ള ബയോപിക്കിലുണ്ട് പൈതഗോറസിന്. അപ്പൊ എന്തായാലും ഇതാണ്, അത് ജ്യൂസല്ല, ഒരു നീല വെള്ളം നമ്മൾ കലക്കി വെച്ചതാണ്. അപ്പൊ ഇതാണ് പൈതഗോറസ് കപ്പ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു എക്സ്പെരിമെന്റ്. ഇത് എത്ര തവണ ഊതി നിറയ്ക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ടോയ് ചേട്ടൻ ട്രൈ ചെയ്യേണ്ടത്. പക്ഷെ അത് ഒറ്റ തവണ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ബെർണോളി പഠിപ്പിച്ചിട്ടുള്ളത്. ഒറ്റ തവണ ഊതിയത് ഫുള്ള് നിറയും. എത്ര തവണ ഊതിയത് അറിയുമെന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് ഒരു തവണ എന്നാലും ഇത് എത്ര ഊതിയാലും അറിയില്ല എന്നുള്ളതാണ് ബെർണോളിയുടെ തീരം. കണ്ട, നീ വെറുതെ അനാവശ്യമായിട്ട് യെസ്, അത്രയും അറിഞ്ഞില്ല. അപ്പൊ ഒരു 10-20 തവണ ഊതിയാലും നമ്മൾ അങ്ങനെ ഊതിയെന്ന് അറിയില്ല. ഇല്ല. അപ്പൊ ഇത്രയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എഫേർട്ട് എടുക്കണം. അതിനാണ് നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിൾ ജസ്റ്റ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബേസിലായിട്ട് ഇത് പിടിക്കാം. ടോയ്ച്ചേട്ടന് ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ടൊന്ന് ഊതി നോക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയൊന്ന് പിടിച്ചിട്ടൊന്ന് ഒരു ഗ്യാപ്പിലൊന്ന് ഊതാൻ പറ്റും. ഒറ്റ ഊതലിന് അറിയാൻ പറ്റും. യെസ്, മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട് അറിയാൻ വേണ്ടി പറ്റും. യെസ്, അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്തൊന്നുമില്ല. ബേസിലേറ്ററിനോട് അതിന്റെ ഇത്രയും സ്റ്റാഫ് റൂം കത്തിച്ചുകൊണ്ട് പറയണം. ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ഊതി കഴിഞ്ഞാല് സ്വാഭാവികമായും അവിടുത്തെ പ്രഷർ കുറയും. വെലോസിറ്റി കൂടുമ്പോഴത്തേക്കും അവിടുത്തെ പ്രഷർ കുറയും. ഇതാണ് ബെർണോളി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വെലോസിറ്റി കൂടി പ്രഷർ കുറഞ്ഞു. അപ്പൊ ചുറ്റുമുള്ള എയർ എന്ത് ചെയ്തു, അകത്തേക്ക് കയറി. നമ്മുടെ എയർ മാത്രമല്ല കയറിയിട്ടുള്ളത്. ഇത് തന്നെയാണ് മറ്റേ ഹൈ സ്പീഡിൽ വണ്ടി പോകുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ അടുത്തൂടെ ബൈക്കിൽ പോവാണെങ്കിൽ അങ്ങോട്ടൊരു വലിവ് ഉണ്ടാകും. അപ്പം വണ്ടി പോകുന്ന സമയത്ത് വെലോസിറ്റി കൂടും, അപ്പൊ പ്രഷർ കുറയും. ആ പ്രഷർ കുറഞ്ഞിടത്തേക്ക് നമ്മൾ പോകുന്നതായിട്ടാണ്. ഇതെല്ലാം ബെർണോളിസ് പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി ഡാൻസ് കളിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും പറയാറുള്ളത്. ആരായിരിക്കും, ടോവിനോജനാണ്, ബേസിലാണ് ഏറ്റവും കൂടുതൽ നന്നായി ഡാൻസ് കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡാൻസ് കളിക്കേണ്ടി വരും. ഇവൻ നന്നായി ഡാൻസ് കളിക്കും. അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഡാൻസ് കളിക്കാൻ നന്നായിട്ട് അത് കളിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നില്ല. ഈ പ്രൊമോഷൻ എടുക്കുന്ന സമയത്ത് ക്യാമറ കിട്ടി എന്തെങ്കിലും ഉണ്ടോ പുറത്തു വിടാനായിട്ട് ഇനി അടുത്തായിട്ട്? അത് വിട്ടു കഴിഞ്ഞാൽ ഇവനിഞ്ഞ് എന്റെ കൂട്ടുവിടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡാൻസ് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാവോ ആളുകൾക്ക്? പ്രൊമോഷണൽ കണ്ടന്റുകളുണ്ട്, ഉണ്ട് പോവാനുണ്ട്. അപ്പൊ ഞാൻ ഡാൻസ് നിങ്ങൾ രണ്ടുപേരും അത്രയും കളിക്കാത്തതുകൊണ്ട് നിങ്ങളെക്കാൾ അത്രയും കളിക്കുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ ഒരാളെ ഞാൻ എന്ത് ചെയ്യുന്നത് ഇറക്കിയതാണ് റോബോ ഡാൻസ് വേണ്ടി. ഡാൻസ് കളിക്കാത്ത ടോവിച്ചേട്ടനും ബേസിലേട്ടനും വേണ്ടി റോബോ ഡാൻസ് തുടങ്ങട്ടെ. ആട്ടവും പാട്ടവും ഒരു
നിങ്ങൾക്ക് സ്റ്റെപ്പ് ഇടാൻ വേണ്ടി ഒരു മരണമാസത്തിന് സ്റ്റെപ്പ് ഇടാനുള്ള ഒരു മോഡുണ്ടോ? ജസ്റ്റ് ആ പാട്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് പഠിപ്പിക്കാൻ. ഈ സ്റ്റെപ്പാ നല്ല ജിംനാസ്റ്റിക്സ് ഒക്കെ പഠിക്കണം അതൊക്കെ കളിക്കണമെങ്കിൽ. അതല്ല, മരണമാസത്തിന് 2 സ്റ്റെപ്പ് പറയാൻ ഇവിടെ. മരണമാസത്തിലെ മറ്റേ സ്റ്റെപ്പ് അപ്പം ഇത്രയും നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ ടേക്ക് അവേ ഉണ്ടായിരുന്നു ഈ ഒരു സെഷനിൽ. വളരെ നന്ദി. നമുക്ക് ഇനി ബെർണോളിസ് തിയറം, പോട്ട്, പൈതഗോറസ് കപ്പ്, എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ മരണമാസത്തിൽ ഒരുപാട് എല്ലാരും ഇത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അല്ല, ഇതുപോലെ കുറെ അഡ്വൈസുകൾ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ. ഒരു മെസ്സേജ് ഉള്ള മൂവി ആയിരിക്കാം, ചിരിക്കാൻ പറ്റുന്ന ഒക്കെ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ മെസ്സേജ് അങ്ങനെ ഡയറക്റ്റ് മെസ്സേജ് ആയിരിക്കില്ല. ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ചെയ്യാൻ മെസ്സേജ് ഒന്നും ഉണ്ടാവില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്ത് മെസ്സേജ് വരും. 150 rupees debited. അപ്പൊ എന്തായാലും ഉഷാറാകട്ടെ, അടിപൊളിയാവട്ടെ. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇനിയും ഇരിക്കാം, കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. Thank you. Bye. Thank you.